ഹലോ ഗൈസ്, എൻ്റെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പുറത്തേക്കൊന്ന് പുതിയ ഡ്രസ്സെല്ലാം മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് പോകുന്നു. നോക്കുമ്പോൾ തക്കുടു ആണെങ്കിൽ ഫുൾ കുക്കിംഗ് ആണ്. തക്കു ഇപ്പോൾ പഠിക്കുന്ന ഏതാക്കൂടോ അങ്ങോട്ടുണ്ടോ? തക്കു എന്താ പഠിക്കുന്ന എന്താ പഠിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇന്ന് ഉണ്ടാക്കുന്ന മാഗി വിത്ത് ക്യാരറ്റും പിന്നെ ബീൻസാ. പിന്നെ ഇപ്പോൾ ചായയും വെക്കുവാനിപ്പോൾ. ഞാൻ ആയിക്കോട്ടെ. പനീർ ലസ്സി നമുക്ക് മാഗി എനക്ക് മീറ്റ് എനക്ക് എത്ര കാറ് വേണ്ടേനു. ഓ നല്ല മഴ പുറത്ത്. എങ്ങനെയുണ്ട് മാഗി? ടേസ്റ്റ് അറിയുന്നുണ്ടോ? ചായ 2 ബ്രോ, സോറി ബൂസ്റ്റ് ബ്രോ. തക്കുടുണ്ടാക്കിയ മാഗിന്ന് കഴിച്ചോക്കട്ടെ. ഞാനൊരു മാഗി ലവറൊന്നുമല്ല. കൊള്ളാം ഗൈസ്. അങ്ങനെ തക്കുടു മോൻ്റെ മാഗിയും ബൂസ്റ്റെല്ലാം കുടിച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് കൂത്തുപറമ്പിലാണ്. കാരണം രാവിലെ മുതലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തോ മടുപ്പായി. അപ്പോൾ മഴയൊന്ന് ചെറുങ്ങനെ കുറഞ്ഞ സമയത്ത് ഞാനപ്പോൾ ബുള്ളറ്റെല്ലാം തുടച്ച് വൃത്തിയാക്കി ഞാൻ ഇത് കൂത്തുപറമ്പ് പോകാമെന്ന് വെച്ച്. വേറൊന്നുമല്ല, അമ്മക്കും തക്കൂടൊരു മരുന്ന് മേടിക്കണം, പിന്നെ കുറച്ച് ഷോപ്പിങ്, പിന്നെ വെറുതെ ഒന്ന് കറങ്ങി വരാം. നമ്മൾ വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവില്ലേ. അങ്ങനെ ഞാൻ ബുള്ളറ്റെല്ലാം സ്റ്റാർട്ടാക്കി അങ്ങനെ നേരെ കൂത്തുപറമ്പിലേക്ക് വെച്ച് പിടിച്ച്. കൂത്തുപറമ്പ് പോയതിനു ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ ഓഫീസിലൊന്ന് പോകാം. ഇതാണ് സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ. ഞാൻ പണ്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാഫാരും കൊണ്ടൊന്ന് കണ്ടിട്ട് അവരെയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ നമ്മളെ പോലീസുകാരിയാണ് നടക്കുന്നത്. അവർ ഡ്യൂട്ടിയിലാണെന്നുള്ളത്, നൈറ്റ് ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഓരെ കണ്ട് വർത്താനെല്ലാം പറഞ്ഞ് തിരിച്ച് ഞാൻ മരുന്നെല്ലാം മേടിച്ച് വീട്ടിലേക്ക് വന്നു ഗൈസ്. അച്ഛൻ്റെ കാവൽപ്പട്ടാണ് ഇതാ. അച്ഛനാണെങ്കിൽ വൈകുന്നേരം ഇല്ല തെരുവിലെ പൂച്ചക്ക് മൊത്തം ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കും. പിന്നെ ആരെയാ? സോറി ഗായ്സ്, ഒരു മിസ്റ്റേക്ക് പറ്റി. അച്ഛനെ പോലത്തെ കറുത്ത കുട്ടികളെ പോലെ. അങ്ങനെ നമ്മളെ ശരത്ത് മാഷ് വീട്ടിൽ വന്നിനി. അപ്പോൾ ഓനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവരോട്ടും പോയതിൻ്റെ വിഷമം ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു വന്നത്. ഓനെല്ലാം ഇടക്കിടക്ക് വരും കേട്ടോ. ഓന് ശമ്പല്ലേ നമ്മളെ സ്ഥിരം കുറ്റികളാണ്. അപ്പോൾ ഓനോട് കുറച്ച് നേരം കഥയെല്ലാം പറഞ്ഞ് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഓൻ രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് പോയി. അതിന് ശേഷം ഞാൻ തക്കോടും കൂടി റൂമിലേക്ക് വന്നിട്ട് നോക്കുമ്പോൾ തക്കോട് പറഞ്ഞ് അർഷിച്ചി കോൺഫ്ലിക്സ് ഉണ്ടാക്കിത്താ. അങ്ങനെ ഞാൻ കോൺഫ്ലിക്സ് ഉണ്ടാക്കി കൊടുത്ത്. എനിക്ക് ഈ മധുരമുള്ള സാധനം അധികം ഇഷ്ടമല്ല. അപ്പോൾ തക്കുന് ഇഷ്ടമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തക്കോട് ഇങ്ങനെ നോക്കുന്ന. ഓൻ വിചാരിച്ച് ഞാൻ പറ്റിച്ചതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മളിതാ പോയിട്ട് കിടന്നുറങ്ങാൻ പോന്നു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.